വടകര അടക്കാതെരു ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി 2025-26 വർഷത്തെ SSLC +2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി സാജിദ് നടുവണ്ണൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 16 ആളുകൾ മാത്രം 10 കടന്നുപോയ ഒരു കാലത്ത് നിന്ന് മുസ്ലിം പെൺകുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് മാടി വിളിക്കാൻ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അദ്ദേഹം കൊണ്ടുവന്നതാണ് മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ്. അങ്ങനെ ഒരു 30 രൂപ ഒരു കൊല്ലം കിട്ടുമെങ്കിൽ, അങ്ങനെ ഒരു 50 രൂപ ഒരു കൊല്ലം കിട്ടുമെങ്കിൽ എൻ്റെ മകളെ അതിനു വേണ്ടിയെങ്കിലും ഞാനൊന്ന് സ്കൂളിലേക്ക് അയക്കട്ടെ എന്ന മനോഭാവം ഈ നാട്ടിലെ നമ്മുടെ മുതിർന്നവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോൾ ലീഗ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നമുക്കറിയാമല്ലോ. കേരള യൂണിവേഴ്സിറ്റിയെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കേരളം പിറവിയെടുക്കുമ്പോൾ അത് കേരള സ്റ്റേറ്റ് ഉണ്ടാക്കിയതല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഗൗരി പാർവതിഭായി തമ്പുരാട്ടിയുടെ വഴികളിലൂടെ വന്ന് സ്വാതിതിരുനാളിന്റെ കാലത്തിലൂടെ യൂണിവേഴ്സിറ്റിയായി മാറിയ കേരള യൂണിവേഴ്സിറ്റിക്ക് ശേഷം കേരളത്തിന്റെ മണ്ണിൽ ഒരു സർവകലാശാല പിറക്കാൻ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാവേണ്ടി വന്നു. 1969 നിങ്ങൾ പോകണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട ആ വെളുത്ത നിറത്തിലുള്ള മാർബിൾ കല്ലിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾക്ക് അവിടെ കാണാം ആരാണ് ശിലാസ്ഥാപനം നിർവഹിച്ചതെന്ന്. CH മുഹമ്മദ് കോയ. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി ഈ വടകരയുടെ മണ്ണിലും CH വന്നിരുന്നു. വടകരയുടെ മണ്ണിലും വന്നുകൊണ്ട് മഹാനായ CH നമ്മുടെ സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങളുടെ കാതുകളിലും കൈകളിലും കഴുത്തിലുമായി തൂങ്ങിയാടുന്ന സ്വർണ്ണാഭരണങ്ങളിലെ ഇങ്ങ് തമ്മേക്ക് ഞാൻ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് 400ഓളം ഏക്കർ ഭൂമി, 40 ഏക്കറല്ല 400ഓളം ഏക്കർ ഭൂമി പ്രിയപ്പെട്ടവരെ കോഹിനൂർ, തേഞ്ഞിപ്പാലം, ചേളാരി മേഖലകളിലായി വാങ്ങിക്കൂട്ടി കേരള ഗവൺമെന്റിന്റെ കൈകളിലേക്ക് കൊടുത്താരംഭിച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ വഴികളിലൂടെയാണ്, ഇക്രയിന്റെ വിപ്ലവത്തിന്റെ വിസ്ഫോടനത്തിന്റെ വഴികളിലൂടെയാണ് ഒരു സമൂഹത്തിന്റെ പ്രയാണം ഏറ്റവും മനോഹരമായി സുഗമമാവേണ്ടത് എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മുടെ പ്രസ്ഥാനം നമ്മെ നയിച്ചുകൊണ്ടിരുന്നത്. PKC ഇല്യാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് PK അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. MSF ഹരിത മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഫ്ഷീല ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. 18 രൂപയിൽ തുടങ്ങിയ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ചവരാണ് ഞാൻ അടക്കമുള്ള ഒരു തലമുറ. ഇന്നും അങ്ങനെ പഠിച്ചു പോയവരാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ. പക്ഷെ ഇന്നത്തെ ക്യാമ്പസുകളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ എന്താണ് അവിടെയുള്ള അവസ്ഥ? നമുക്ക് വേണ്ടത് ഒരു അടിപൊളി ലൈഫാണ് ഇന്നത്തെ തലമുറകൾക്ക്, അല്ലേ? ഒരു അടിപൊളി ലൈഫ്, ഒരു DJ പാട്ട് പരിപാടി ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ MSF കുറച്ചൊന്നും ബേക്കിലോട്ടായിരിക്കും. SFI മറ്റുള്ള സംഘടനകളെ അതിൽ വലിയ ഉത്സാഹഭരിതരായിരിക്കും. അവർ വലിയ DJ പാട്ടും പരിപാടിയൊക്കെ കോളേജിൽ കാണുമ്പോൾ ഇതാണ് ശരിയായ പാർട്ടി. നമുക്ക് അടിച്ചു പൊളിയായ അല്ലെ വൈബിനനുസരിച്ചുള്ള ഒരു ലൈഫ് എവിടെ കിട്ടും? ക്യാമ്പസിൽ കിട്ടണമെങ്കിൽ SFIക്കൊപ്പം പോകണം എന്ന് നമ്മളങ്ങ് കരുതും. എന്നിട്ട് നമ്മൾ SFIയിലേക്ക് പോകും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലീഗ്, ഈ മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ പഠിക്കാൻ പോകില്ലായിരുന്നു. ഈ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നമ്മൾ നേടില്ലായിരുന്നു. ഹൈസ്കൂളിൽ ഫ്രീ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആദ്യമായി ഇന്ത്യയിൽ കേരളത്തിൽ CH മുഹമ്മദ് കോയയാണ്. സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഹൈസ്കൂളിൽ ഇവിടെയാണ്. ആരുടെ കാലഘട്ടത്തിൽ? CHന്റെ കാലഘട്ടത്തിൽ. VK അസീസ് മാസ്റ്റർ, PKC റഷീദ്, വാഴയിൽ റഫീഖ്, ഷുഹൈബ് തങ്ങൾ, AV അബൂബക്കർ ഹാജി, ഫൈസൽ പാണ്ടിയാട്ടുപോയിൽ, TP മൊയ്തു, ഹാരിസ് കോരംവളപ്പിൽ, അബ്ദുൽ ഗഫൂർ തിണ്ടൻചേരി, വാർഡ് കൗൺസിലർ നുസ്രത്ത്, സുനീറ ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു. വടക്കേൽ റഫീഖ് നന്ദി പറഞ്ഞു.